9th സ്റ്റാൻഡേർഡ് യൂണിറ്റ് 4 മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസിലെ ലാസ്റ്റ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 82. ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 713 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 8. What is the product of the large number increased by 1 and the small number decreased by 1? What is the product of the large number decreased by 1 and the smaller number increased by 1? അങ്ങനെ രണ്ട് ക്വസ്റ്റ്യനാണ് അവിടെ ഉള്ളത്. എക്സ് വൈ എന്ന് പറയുന്ന നമ്പർ, അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന്. അപ്പോൾ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 713. രണ്ട് നമ്പർ സബ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8. നമ്മുടെ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ലാർജ് നമ്പർ, അതായത് എക്സ് ലാർജ് നമ്പറും വൈ സ്മോൾ നമ്പറും എടുത്താൽ എക്സിനേക്കാളും ഒന്ന് കൂടിയതും വൈനേക്കാളും ഒന്ന് കുറഞ്ഞതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തന്നിരിക്കുന്ന വാല്യൂസ് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 704 കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വലിയ നമ്പറിന് ഒന്ന്, അതായത് ഡിക്രീസ്ഡ് ബൈ 1, എക്സിന് ഒന്ന് കുറഞ്ഞതും സ്മോൾ നമ്പറിനോട് ഒന്ന് കൂടിയതും അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ ഉണ്ടാവുക? ബ്രാക്കറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ നമുക്ക് അവിടെ തന്നിരിക്കുന്ന വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആൻസർ 720 കിട്ടും. Question number 2. The product of two numbers is 5 more than the product of the larger of the numbers increased by 1 and the smaller decreased by 1. How much is the increase in the product if the larger is decreased by 1 and the smaller increased by 1? രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റാണ്. എങ്ങനെയാണ് വരുന്നത്? പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പർ ഈസ് 5 മോർ ദാൻ, 5 കൂടുന്നുണ്ട്. എങ്ങനെ, എപ്പോഴാണ് 5 കൂടുന്നത്? ദ പ്രൊഡക്റ്റ് ഓഫ് ലാർജർ ഓഫ് ദ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1. വലിയ നമ്പർ ഒന്ന് കൂടിയപ്പോഴും ചെറിയ നമ്പർ ഒന്ന് കുറഞ്ഞപ്പോഴും അതെന്തായി, അതിൻ്റെ മൾട്ടിപ്ലൈ, അതായത് പ്രൊഡക്റ്റ് എന്തായിട്ടുണ്ട്, 5 കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ്, രണ്ട് നമ്പർ പ്രൊഡക്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നമ്പർ കൂട്ടിയതിനോടും ഒരു നമ്പർ കുറഞ്ഞതിനോടും 5 കൂട്ടിയതാണ്. നമുക്ക് എക്സ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടാം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ അതിൻ്റെ അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ദ പ്രോഡക്റ്റ് ഇഫ് ലാർജർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1. അതായത് ലാർജ് നമ്പർ ഡിക്രീസ് ചെയ്യുന്നുണ്ട് 1, അതുപോലെ തന്നെ സ്മോൾ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് 1. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരിക? നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് അറിയുന്ന കാര്യം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 ആണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് എക്സ് വൈ പ്ലസ് 3 ആണ്. അപ്പോൾ നമുക്ക് എത്ര കൂടുന്നാണ് പറയേണ്ടത്? നമ്മുടെ ഇത് തന്നെയാണ് ആൻസർ. അതിൻ്റെ പ്രൊഡക്റ്റിനോട് 3 കൂടുതലായിരിക്കും. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആൻസർ ആ രീതിയിൽ തന്നെ വരും. ക്വസ്റ്റ്യൻ മനസ്സിൽ ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ പ്രോഡക്റ്റ്, എത്രയാണ് അതിൻ്റെ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? 1 ആൻഡ് സ്മോളർ നമ്പർ ഇൻക്രീസ്ഡ് 1. എത്രയാണ് പ്രൊഡക്റ്റ് കൂടിയിട്ടുള്ളത്? 3 ആണ് കൂടിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, the product of the larger of two numbers increased by 1 and the small decreased by 1 is 540. The product of the larger decreased by 1 and the smaller decreased by 1 is 560. First question, what is the product of the numbers themselves? What is the difference? What are the numbers? നമുക്ക് തന്നിരിക്കുന്ന പ്രകാരം രണ്ടിന് ഒരു വലിയ നമ്പറിനോട് ഒന്ന് കൂടിയതും ചെറിയ നമ്പറിന് ഒന്ന് കുറഞ്ഞതും ഇൻറ്റു ചെയ്തപ്പോൾ 540 ഉണ്ട്. അതുപയോഗിച്ച് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ നമ്പറിനോട് ഒന്ന് കുറഞ്ഞതും ചെറിയ നമ്പറിനോട് ഒന്ന് കൂടിയതും, അതുകൊണ്ടാണ് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് ചെയ്യുന്നത്. ഇത് 560 ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്തപ്പോൾ എക്സ് ഇൻറ്റു വൈ ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 561. ഈ -1 അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അത് 561 ആവും. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പേ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ ഇത് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ എക്സ് വൈ ഇവിടെയുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് ഇക്വേഷനും പ്ലസ് ചെയ്യണം, എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എക്സ് വൈ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് പോകും. നോക്കിയാട്ടെ, നിങ്ങൾ ഇതിൻ്റെ ഇത് മൈനസ് ചെയ്യുന്നതും എക്സ് വൈയും 0 ആയിട്ട് പോകും. അപ്പോൾ നമ്മളിത് പ്ലസ് ചെയ്യണം. അപ്പോൾ പ്ലസ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം സബ്ട്രാക്ട് ചെയ്ത് പോയി, അതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ എക്സ് വൈ 2xy വരും. പിന്നെ ഈ എക്സും കട്ടാവും, ഈ വൈയും കട്ടാവും. പിന്നെ അതിൻ്റെ ആൻസർ 1102 ആണ് കിട്ടുക. അപ്പോൾ 2xy ആണ് 1102. എക്സ് വൈ എന്ന് പറയുന്നത് 1102/2 551 കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 551 ആണ്. അതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദംസെൽസ് ആണ് ചോദിച്ചത്. നമുക്ക് നമ്പർ
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് 551 കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഫറൻസ്. നമുക്ക് എക്സ് മൈനസ് വൈ ആണ് വേണ്ടത്. അപ്പോൾ എക്സ് മൈനസ് വൈ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. അതായത് നമ്മുടെ ആ രണ്ട് ഇക്വേഷൻ മൈനസ് ചെയ്യാം. വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ എക്സ് വൈയും പോയിട്ട് 0 വരും. പിന്നെ ഈ എക്സ് മൈനസ് എക്സ് 2x വരും. പിന്നെ ഇവിടെ മൈനസ് വൈ ആണ്. ഈ മൈനസും ഈ പ്ലസ് വൈ ആകുമ്പോൾ മൈനസ്, അപ്പം മൈനസ് വൈ വന്നാൽ 2y വരും, -2y വരും. അങ്ങനെ 2x - 2y നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടും. അപ്പോൾ 2 of x - y, അതായത് ഈ രണ്ടിൽ 2 കോമൺ ആണ്. അപ്പോൾ x - y ഉള്ളിലേക്ക് എഴുതാം =20 കിട്ടും. അപ്പോൾ x - y 10 കിട്ടും. അപ്പോൾ നമ്മളോട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും കിട്ടി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ x + y ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് കാണണം, വാട്ട് ആർ ദ നമ്പേഴ്സ് കാണണം. അപ്പോൾ x + y ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് x - y ഹോൾ സ്ക്വയർ + 4xy എടുക്കാം. അപ്പോൾ അത് മുന്നേ ചെയ്ത അതിൻ്റെ സ്റ്റെപ്പ് തന്നെയാണത്. x² + 4 × 551, 10² എന്ന് പറയുമ്പോൾ 100 വരും. അപ്പോൾ 100ഉം നമ്മുടെ നമ്പറും ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2304 ആണ് കിട്ടുക. അപ്പോൾ 2304 എന്ന് പറയുന്നത് 48ൻ്റെ റൂട്ടാണ്. 48ആണ് വരിക. x + y ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 2301 കിട്ടും. x + y 48 കിട്ടും. അങ്ങനെ 2 - 1, അതായത് നമ്മുടെ x - y സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ x - y ഉണ്ടായിരുന്നു. ആ x - yയും x + yയും എടുത്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2y = 30y, y = 19 കിട്ടും. y 19 കിട്ടിയാൽ ഇവിടെ y 19 ആകുമ്പോൾ ഇവിടെ 48 ആണുള്ളത്. അപ്പോൾ ഏത് നമ്പർ വേണം, ഇവിടെ ഏത് നമ്പർ ഉണ്ടെങ്കിൽ 29 ആയിരിക്കും. അപ്പോൾ x 29 ആയിരിക്കും. xൻ്റെ വാല്യൂ 29. Last question, if the length of a rectangle is increased by 3 meter and the breadth decreased by 2 meter. ലെങ്ത്ത് നമ്മൾ എക്സും വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയുന്നുണ്ട്, ലെങ്ത്ത് 3 മീറ്റർ കൂടി ബ്രെഡ്ത്ത് 2 മീറ്റർ കുറഞ്ഞു. അപ്പോൾ x + 3 × y - 2 വരും. ഏരിയ വുഡ് ഡിക്രീസ് ബൈ 10 എന്ന് പറയുമ്പോൾ ഡിക്രീസ് ആണ്. അപ്പോൾ xy - 10 എന്ന് വരും. xy ആണല്ലോ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 10 കുറയും. പിന്നെ ഇഫ് ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 2, ലെങ്ത്ത് 2 കുറഞ്ഞു, ആൻഡ് ബ്രെഡ്ത്ത് ഇൻക്രീസ് ബൈ 3, ദെൻ ഏരിയ വുഡ് ഇൻക്രീസ് ബൈ 30. അപ്പോൾ ഏരിയ എന്ത് ചെയ്തു, 30 കൂടി. കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അതായത് x + y എന്നാണ് വലിയ നമ്പറിനോട്, അതായത് ലെങ്ത്തിനോട് 3 കൂടി ബ്രെഡ്ത്തിൽ നിന്ന് 2 കുറഞ്ഞു. 2 കുറഞ്ഞപ്പോഴാണ് എന്ത് കിട്ടിയിട്ടുള്ളത്, xy - 2x + 3y - 6 ആണ് കിട്ടും. ഇതിൻ്റെ പ്രോഡക്റ്റ് അത് എന്ന് പറയുന്നത് എന്താണ്, ഏരിയ എത്ര കുറഞ്ഞത്, 10 കുറഞ്ഞു. അപ്പോൾ ഇത് = ഇതാണ് വരും. ഇതിൽ നിന്നാണ് പ്രൊഡക്റ്റ് അവിടെ എഴുതിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പറയുന്നത് എന്താണ്, ഇത് കൂടിയപ്പോൾ, അതായത് ലെങ്ത്ത് 3 കൂടി ബ്രെഡ്ത്ത് 2 കുറഞ്ഞപ്പോൾ ഏരിയ എത്ര കുറഞ്ഞു, 10 കുറഞ്ഞു. അതിപ്പോൾ നിങ്ങൾ എഴുതുമ്പം ഈ വരിയിൽ തന്നെ അത് എഴുതിയിട്ട് പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് രണ്ടാമത്തെ ലൈനിലായിട്ട് എഴുതിയാലും മതി. അടുത്തത് നമ്മളതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതാം. xyയും കട്ടാവും. പിന്നെ അവിടെ ഇപ്പോൾ -2x + 3y, ഈ -6 = അങ്ങേ സൈഡിൽ പോകുമ്പം +6 വരും. അങ്ങനെ -10ഉം -4 ഇതാകുമ്പോൾ -4 കിട്ടും. ഇനി നമ്മുടെ അടുത്തത് പറയുന്നത് ലെങ്ത്ത് 2 കുറഞ്ഞു ബ്രെഡ്ത്ത് 3 കൂടിയപ്പോൾ ഏരിയ എത്ര കൂടിയിട്ടുണ്ട്, 30 കൂടി. ഇപ്പോൾ ഏരിയ xy ആണ്, xyനേക്കാൾ 30 കൂടിയിട്ടുണ്ട്. ഇനി എക്സും വൈയും അത് ഇൻഡ് ചെയ്തിട്ടുള്ളത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, xyയും കട്ടായി. പിന്നെ 3x - 2y അവിടെയുണ്ട്. പിന്നെ ഈ -6 അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് പ്ലസ് ആവും. അങ്ങനെ 36 കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ്റെ ഫസ്റ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -2ഉം രണ്ടാമത്തേൻ്റെ 3ഉം ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തേനെ രണ്ടാമത്തേനെ നമ്പർ കൊണ്ടും രണ്ടാമത്തേനെ ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഇൻഡ് ചെയ്യും. അങ്ങനെ ഇൻഡ് ചെയ്തപ്പോൾ സൈൻ ഞാൻ മാറ്റിയിട്ടില്ല, സൈൻ അത് തന്നെയാണ് വെച്ചിട്ടുള്ളത്, സൈൻ അടക്കം ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണുള്ളത്, ഇവിടെ ഇപ്പോൾ -6x അങ്ങനെ വന്നു. രണ്ട് ഇക്വേഷനും ഒരുപോലെ വന്നതുകൊണ്ട് അത് പ്ലസ് ചെയ്താൽ മതി. പ്ലസ് ചെയ്യുന്ന സമയത്ത് 6x - 6x 0 വരും. പിന്നെ -4y ഇവിടെ മൈനസ് അതെന്ത് വരും, +5y = 60 വരും. അപ്പോൾ വൈൻ്റെ വാല്യൂ 60/5 12 കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഇക്വേഷനിൽ. അപ്പോൾ 3x - 2y = 36. 3x - 2y എന്നുള്ളത് y = 12 ആണ്. അപ്പോൾ 2y 24 ആകും = 36 വരും. 3x = 36 + 24 അത് നമ്മൾ കാൽക്കുലേറ്റ്. x = 60/3
3x ഈക്വൽ ടു 60, എക്സ് ഈക്വൽ ടു 60/3 20. എക്സിൻ്റെ വാല്യൂ 20യും വൈൻ്റെ വാല്യൂ അതായത് നീളം ലെങ്ത്ത് എന്ന് പറയുന്നത് 20യും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 12 ആയിരിക്കും.